സാക്ഷാൽ നമ്മുടെ സമസ്തയിലെ CPIM വിഭാഗത്തിൻ്റെ നേതാവായ മുക്കം ഉമർ ഫൈസി അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ ക്ഷുഭിതനായി പൊട്ടിത്തെറിച്ച് ഞെട്ടിത്തരിച്ച് ഓടിക്കിതച്ച് ചാടിപ്പിടിച്ച് ഒരു വലിയ കാര്യം കണ്ടെത്തി. അങ്ങനെ ജനറൽ സീറ്റുകളിലൊന്നും പെണ്ണുങ്ങളെ മത്സരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പെണ്ണുങ്ങളെ മത്സരിപ്പിച്ചിരിക്കുന്ന മുസ്ലിം ലീഗ് എന്ത് കഠിനമായ ചതിയാണ്, ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ പെണ്ണുങ്ങളെ സംവരണ സീറ്റിലൊന്നും മത്സരിപ്പിച്ചത് ഒട്ടും ശരിയായില്ല എന്നാണ് പുള്ളിയുടെ പ്രസംഗം. സാധാരണ ആ പ്രസംഗത്തിൽ CPM അണികളിൽ നിന്നെല്ലാം വലിയ പ്രതിഷേധവും വലിയ പോസ്റ്റുകളും ഒക്കെ ഉണ്ടാകേണ്ടതാണ് ലീഗിൻ്റെ ഈ വനിതാ വിരുദ്ധതയ്ക്കും ഒക്കെ എതിരെ. പക്ഷേ അവർക്കറിയാം ഇത് സഖാവാണ്, സഖാവ് മുക്കം ഉമർ ഫൈസിയാണ്. അതുകൊണ്ട് അവരതിനെയൊന്നും എതിർക്കില്ല. പക്ഷേ ജനം എതിർത്തു. പെണ്ണ് ഹറാമാണ്, സംവരണ സീറ്റിൽ മാത്രം വനിതകളെ നിർത്തിയാൽ മതി, ലീഗിന് സമസ്തയുടെ താക്കീത്. ഇത് ജനൻ TV കയറി പിടിച്ചു. കാരണം ജനൻ TVക്ക് മുക്കം ഉമർ ഫൈസിയെ സഖാവ് ഉമർ ഫൈസിയായി കാണുന്നതിനേക്കാൾ അവർക്കിഷ്ടം ലീഗ് ഉമർ ഫൈസിയായി കാണുന്നതാണ്. ഉമർ ഫൈസിക്ക് മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകതയുള്ളത്. നമ്മൾ ഈ ഊന്തിന് മാത്രമുള്ള ചില പ്രത്യേകതകൾ പറയില്ല, ഇരിക്കുന്ന പ്രതലത്തിൻ്റെ നിറം സ്വീകരിക്കുമെന്ന് പറഞ്ഞതുപോലെ സവിശേഷമായൊരു നിറം സ്വീകരിക്കും. എന്തുകൊണ്ടാണ് മുക്കം ഉസ്താദ് ഇത് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല. മുക്കം ഉസ്താദിന് കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ കൊട്ടേഷനുമായി മലബാർ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു. എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ലിസ്റ്റിൽ വലിയ തിരക്കേടില്ല. ഒരുമാതിരി ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കുമൊക്കെ അവസരം കൊടുത്തു. പിന്നെ പിടിക്കാൻ പറ്റുമായിരുന്നത് മുനീറാണ്. മുനീറിന് സീറ്റ് മാറിയതിൽ വലിയ ശബ്ദവും ബഹളമൊന്നും അദ്ദേഹം ഉണ്ടാക്കിയില്ല. അദ്ദേഹം സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തപ്പോൾ അതിനേക്കാൾ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ലീഗ് അതുപോലെ സഹായിച്ച് അദ്ദേഹത്തിൻ്റെ വീട് മോചിപ്പിച്ച് റെഡിയാക്കി ലീഗ് കൈ കൊടുത്തു. അപ്പോൾ പിന്നെ അവിടെയും പ്രശ്നമൊന്നുമില്ല. വേറെങ്ങും വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് പിന്നെ കാത്തിരുന്ന് ഒരുപാട് ദിവസങ്ങളിൽ തഹജ്ജുദ് നിസ്കരിച്ച് ഒരുപാട് ദിവസങ്ങളിൽ ളുഹ നിസ്കരിച്ച് കണ്ടുപിടിച്ചൊരു കുഴപ്പമാണ് ഈ ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിച്ചു എന്നുള്ളത്. പക്ഷേ മുക്കം ഉമർ ഫൈസി പോയിരിക്കുന്ന വഖഫ് ബോർഡിൽ അവിടെ വനിതാ പ്രതിനിധികളുണ്ട്. എന്നാൽ അവിടെ അവരെയൊന്നും ഇരുത്തണ്ട. പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ആരുടെ മനസ്സിൽ? മുക്കം ഉമർ ഫൈസിയുടെ സമസ്തയുടെ സിദ്ധാന്തപ്രകാരം. അപ്പോൾ അങ്ങനെ പ്രവേശനമില്ലാത്തടുത്ത് വഖഫ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുകയും വഖഫ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നിടത്തൊരു വനിതാ സാന്നിധ്യത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ പ്രതിഷേധിച്ച് വഖഫ് ബോർഡിൻ്റെ സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. എങ്കിലേ ആ കൗല് റെഡിയാവുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ട് ഉറിയും ചിരിച്ചുപോയി. ഇനി പുള്ളി ശോഭത്തിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനി പേരാമ്പ്രയിലൂടെ പോകുമ്പോഴും കൂത്തുപറമ്പിലൂടെ പോകുമ്പോഴുമൊക്കെ അദ്ദേഹം കണ്ണടച്ച് യാത്ര ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം അവിടെയെല്ലാം ഫാത്തിമ തഹ്ലിയയുടെയും ജയന്തിയുടെയും ഒക്കെ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇനി വഖഫ് ബോർഡിലെ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ മിക്കവാറും കണ്ണ് തുറക്കാനേ സാധ്യതയില്ല. കാരണം അവിടെ സ്ത്രീ സാന്നിധ്യം വളരെ കൂടുതലുണ്ട്. ഏതായാലും മുക്കം ഉമർ ഫൈസിയുടെ പ്രസ്താവന ജനൻ TV ഒഴിച്ച് വേറെ ആരും വലിയ കാര്യമായിട്ട് എടുത്തില്ല. ആ പരിസരത്തുള്ളവർ പോലും എടുത്തില്ല, വീട്ടിലുള്ളവരും എടുത്തില്ല, സംഘടനയിലുള്ളവരും എടുത്തില്ല. ഇനി മുക്കം ഉമർ ഫൈസി തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ പറയും പുള്ളി പോലും ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ലെന്ന് പറയും. അതാണ് ഞങ്ങളുടെ മുക്കം ഉമർ ഫൈസി ഉസ്താദ്. സലാം ഉസ്താദെ, സലാം.